ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഞാൻ പറയില്ല, ഈ ചേച്ചി പറഞ്ഞോളൂ. നമുക്ക് ഇത് കണ്ടോക്കാം. എന്താണെന്ന് വെച്ചാല് ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ഈ ഒരു ക്രീം ഇത് കവറും കൂടെ എങ്ങനെയോ ഞാൻ തപ്പിയെടുത്തതാണ് ഈ ക്രീം. സോ ഇത് വന്നിട്ട് BB1988 എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി ക്രീമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 7 ദിവസമൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്യാവശ്യം വെളുത്ത് തുടങ്ങും, നമുക്ക് വേണ്ടുന്ന കളർ കിട്ടും എന്നുള്ള രീതിക്കായിരുന്നു. തോന്നുന്നു 1499 ആയിരുന്നു. സോറി, ഞാൻ നോക്കട്ടെ. ഈ 1499 രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്കായത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് എന്റെ പൊന്നും മക്കൾ, 1500 ക്രീമേ. ഇപ്പൊ എന്തായി? പണിയിട്ടപ്പോ പഠിച്ചില്ലേ? വെറുതെ ഈ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒക്കെ വിൽക്കുന്ന കമ്പനികൾ ഇത്ര ലാഭത്തിലാവണം കേട്ടാ. എന്തായാലും ഇപ്പൊ പണി കിട്ടിയപ്പോ ഓരോരുത്തർ പഠിക്കുന്നുണ്ട്. പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം മാറി, കറുത്ത പാടുകളും ഡിസ്കളറേഷൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറും. ഏകദേശം ഒരാഴ്ച കൊണ്ട് 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഞാനും എഗെയിൻ ഇത് വാങ്ങിയതിനു ശേഷം 1 ദിവസം ഇട്ടു, 2 ദിവസം ഇട്ടു. റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച ഇട്ടിട്ടും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. സോ ഞാൻ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തോ എന്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനും ഒരു 2 ആഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു. അങ്ങനെ ഇട്ടിട്ടൊരു 2 ആഴ്ച ടൈം കഴിഞ്ഞു. ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എന്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ, അതായത് ഈ ഒരു കവിളിന്റെ 2 കവിളിന്റെ ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എന്റെ ഫേസിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിന്നായിരുന്നു. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതും ഒരു 2 ആഴ്ച ടൈം ഒക്കെ കഴിഞ്ഞപ്പോൾ ഫേസിന്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി. ഫേസ് ഭയങ്കര ഡ്രൈ ആയി. അത് മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞു മുറുകുന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു ഫീൽ. പിന്നെ ഭയങ്കര തൊടുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായി മാറി. കുരുക്കൾ, എന്റെ ഫേസ് ഫുൾ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിക്കുള്ള ഒരു കുരുക്കളായിരുന്നു. ഈ പിമ്പിൾസ് വന്നിട്ട് ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് അല്ലാന്ന് തോന്നുന്നു. കാരണം ഈ തൊടുന്ന സമയത്ത് ഈ പിമ്പിൾസിലൊക്കെ ഞാൻ ഇങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന. ഇവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായാലും ഇത്ര പൈസ കൊടുത്ത് ഈ ക്രീമൊക്കെ മേടിച്ച് തേക്കണം വരെ പറഞ്ഞാൽ മതി. എന്തായാലും പണി കിട്ടിയപ്പോ പഠിച്ചില്ലേ? എന്തായാലും ബാക്കി എന്തൊക്കെ നോക്കാം, ബാക്കി വഴി കേട്ടോക്കാം നമുക്ക്. പിന്നെ ഞാൻ ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഡെർമറ്റോളജിസ്റ്റിനെ ഒന്നും കാണാൻ പോയില്ല. ബിക്കോസ് അവരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് അവരെന്നെ വഴക്ക് പറഞ്ഞ് കൊല്ലും. ബിക്കോസ് ഇങ്ങനത്തെ വൈറ്റനിങ് ക്രീംസിനെയൊന്നും ഒരിക്കലും ഒരു ഡെർമറ്റോളജിസ്റ്റ് ഒന്നും പ്രൊമോട്ട് ചെയ്യില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ ആരാ പറഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളും വഴക്കൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ ഡെർമറ്റോളജിസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി ഒന്നും ചെയ്തില്ല. ഞാൻ വീട്ടിൽ തന്നെ കുറേ അധികം റെമഡീസ്, അതായത് കുറേ അധികം ഹോം റെമഡീസ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്ത ഫേസിൽ ഐസിംഗ് ഒക്കെ വെച്ച് പിമ്പിൾസ് ഒക്കെ ഒന്ന് താഴാൻ വേണ്ടിയിട്ട്, എന്റെ ഫേസിൽ ബൾബ് പോലെ നിന്നിരുന്ന ആ ഒരു തരത്തിലുള്ള പിമ്പിൾസ് ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരുപാട്, ഞാനിനി ട്രൈ ചെയ്യാത്ത ഹോം റെമഡീസ് ഒന്നുമില്ല. പിന്നെ എന്നും ഞാൻ രാവിലെയും ഈവനിങ്ങും ഐസിംഗ് വെക്കുമായിരുന്നു ഈ ഒരു തള്ളി നിൽക്കുന്ന ആ ഒരു പിമ്പിൾസ് ഒക്കെ ഒന്ന് ഡൗൺ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്ത ക്രീം എന്ന് വെച്ചാൽ ക്ലിൻഡാമൈസിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ നോർമൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഓയിൻമെന്റ് ആയിരുന്നു ഞാൻ ഫേസിലുള്ള ഈ പിമ്പിൾസിലെല്ലാം. പിമ്പിൾസ് വെച്ചാൽ ഫേസ് ഫുൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഫേസ് ഫുൾ ഞാൻ ആ ഒരു, എനിക്കറിയില്ല അത് ഓക്കെ ആണോ അല്ലയോ എങ്കിലും ആ ഒരു ക്ലിൻഡാമൈസിനെ കുറിച്ച് കേട്ടറിവുള്ളത് കൊണ്ട്, പിമ്പിൾസ് ഒക്കെ മാറും എന്നുള്ളൊരു കേട്ടറിവുള്ളത് കൊണ്ട് ഞാൻ അത് തന്നെയാണ് ഫേസ് ഫുൾ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അങ്ങനെ എന്തായാലും BB ക്രീം മേടിച്ചിട്ട് പണിയിട്ടൊരു കുറെ ആൾക്കാരുണ്ട്. പൈസയും പോയി, അവനവൻ്റെ സ്കിന്നും പോയി. ഇപ്പം ഈ കുട്ടി ചെയ്ത ചങ്കുറ്റ എന്തായാലും ഉഷാറായിട്ടുണ്ട്. ഇത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞല്ലോ. കുറേ ആൾക്കാർ ഇത് പറയാൻ മടിയായിട്ടിരിക്കണവർ, കുറേ ആൾക്കാർ. ഇത് മാത്രമല്ല, ഇങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ, ഫേസ് ക്രീമും അങ്ങനെയുള്ള വൈറ്റനിങ് ക്രീമൊക്കെ തേച്ചിട്ട് പണി കിട്ടിയിട്ട് പുറത്ത് പറയാത്ത ഒരുപാട് ഇതിനൊക്കെ പറയാം. ഇതേപോലെ ബഷീർ ഫാമിലിയും ഇതുപോലെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് സ്വന്തമായിട്ട് കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനിയും വരും. അതൊക്കെ മേടിച്ച് തേക്കാൻ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളും മിക്ക ആൾക്കാരും കണക്ക് തന്നെയാണ്. എന്തായാലും ഓരോരുത്തർക്ക് പണി കിട്ടുമ്പോഴാണ് ഇത് വ്യക്തമാക്കണത്. എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ്, ശരി എന്നാ, ബൈ.